ഇത് നമ്മൾ എങ്ങനെയാണ് പഞ്ചർ ഒട്ടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ചെറിയ സൂചി പഞ്ചറുകൾ മാത്രമാണ് അതുകൊണ്ട് പറ്റുള്ളൂ. ഈ ഒരു വിദ്യ കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനം ഒന്നാണ് ഒരു മുട്ട. ഒരു മുട്ടേന് ആവശ്യമാണ്. ഇതിൻ്റെ പിന്നെ ഒരു ലീഫ് ലെയർ മുറിച്ചത്, പേനാനും ലീഫ് ലെയർ, പിന്നെ ഒരു പമ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശേഷം മുട്ട പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിൽ വേണ്ട ഇത് ഈ വെള്ള കളറുള്ള സാധനം മാത്രമേ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ കൂടി ചേരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം മുട്ട പൊടിച്ച ശേഷം ലീഫ് ലെയർ എടുത്തതിന് ശേഷം ഇത് ഞാനിപ്പോൾ എളുപ്പപ്പണി ചെയ്താണ്. സിറിഞ്ച് ഉണ്ട്, അതാണ് ഏറ്റവും എളുപ്പം. സിറിഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇതുള്ളവർ കൂടെ ചെയ്യാം. നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കണം. എല്ലായിടത്തേക്കും സ്പ്രെഡ് ആകാൻ വേണ്ടിയാണ് ശരിക്കും ഇളക്കി കൊടുക്കുന്നത്. ചെറിയ ചെറിയ സൂചി പഞ്ചറുകൾ മാത്രമാണ് ഇതുകൊണ്ട് സാധിക്കുള്ളൂ. മാറ്റാൻ ശരിക്കും ഷേക്ക് ചെയ്യാം. കുറച്ച് നേരം നമ്മൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇത് ഉണങ്ങാൻ വേണ്ടി ഇനി നമുക്ക് ഇതിലേക്ക് കാറ്റടിക്കും. ഇതിനായിട്ട് ലീഫ് ലെയർ ഇറക്കി വെച്ചതിന് ശേഷം, അപ്പോൾ പിന്നില്ലാത്തതുകൊണ്ട് ഞാൻ ലീഫ് ലെയർ കൊണ്ടാണ് അടിക്കുന്നത്. പമ്പെടുക്കുക. ലീഫിലൊരു പമ്പേ കയറിയതിന് ശേഷം ഇതാ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പന്തായിരുന്നു. പക്ഷേ ഇത് പഞ്ചറായി കഴിഞ്ഞിട്ട് നമ്മൾ കളയാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ ഈ ഒരു വിദ്യ കൊണ്ട് നമുക്ക് ചെറിയ സൂചി പഞ്ചറുകൾ നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ്. കേട്ടോ, ബോളിപ്പോൾ
വലിച്ചെറിയാൻ നോക്കുന്ന നമ്മളിപ്പോൾ ഏത് പന്താണെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് കാറ്റ് പോകുന്നുണ്ടായാൽ അത് ഒഴിവാക്കി പുതിയ മേടിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ചെറിയൊരു വിഷയം ഉണ്ടാവുള്ളൂ. അപ്പോൾ പഞ്ചർ ഈ രീതി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക. ഓക്കെ, സംഭവം ഉഷാറാണ്.